ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടുള്ള പുട്ടാണ്. നമുക്ക് ചിക്കൻ കറിയോ മട്ടൺ കറിയോ ബീഫോ അല്ലെങ്കിൽ മീൻ കറിയോ ഏത് കറി വെച്ചിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ അളവിൽ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതായത് 900 ഗ്രാം അളവിൽ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് തോടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഈ 900 ഗ്രാം അളവിലുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ കപ്പയുടെ ഉള്ളിലുള്ള നടുവിലുള്ള ആ ഒരു നാരൊന്ന് മാറ്റിക്കളയാം. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു സൈസിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു നാരൊന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പയൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ ഒരു അളവിൽ 4 കുറ്റി പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം വലിപ്പത്തിലുള്ള 4 കുറ്റി പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ കപ്പ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരൊന്ന് ഇളക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ഒരു പീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈസിൽ വേണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കപ്പയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കപ്പയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിനാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് വേണം ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ തന്നെ കപ്പയുടെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാനായിട്ട് പറ്റും. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കിത് 2 രീതിയിൽ പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. ഒന്നിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെയും പിഴിഞ്ഞ് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറേശ്ശെയായിട്ട് ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊന്ന് എടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷമുള്ള ഈ ഒരു കപ്പ നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കപ്പയും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞ് മാറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കട്ടകളായിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്കിതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1/4 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഓൾറെഡി കപ്പയിലൊക്കെ നല്ലതുപോലെ ഈർപ്പമുള്ളതുകൊണ്ട് ആ ഒരു നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ പുട്ടൊക്കെ നനച്ചെടുക്കുന്നത് പോലെ ആ ഒരു പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ അളവിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ആദ്യം ഒരല്പം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പകുതിയോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നിറച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പകുതി കൂടെ ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ടൊന്ന് നിറച്ചു കൊടുക്കാം. നമുക്ക് എത്ര ലെയറായിട്ടാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇടവിട്ട് ചിരകിയ തേങ്ങ വെച്ച് കൊടുത്ത് ഒന്ന് നിറച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. പക്ഷെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ സമയം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. കപ്പ ആയതുകൊണ്ട് തന്നെ നമുക്ക് കപ്പ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നതിനേക്കാളും ഒരു 5-6 മിനിറ്റ് കൂടുതലായിട്ട് വേണം ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട്. ഇപ്പം പുട്ടിൽ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ആവി വന്നതിന് ശേഷം ഞാനൊരു 6 മിനിറ്റ് ഒന്ന് കൂടുതലൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ചിക്കൻ കറിയോ മീൻ കറിയോ അല്ലെങ്കിൽ മട്ടണോ ബീഫോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.